ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം ലോകം മുഴുവനും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അതിഥി ആ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെയാണ്. പ്രമുഖ എഴുത്തുകാരനും കായിക ലേഖകനും ആകാശവാണിയുടെ മുൻ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ശ്രീ കെ.എം. നരേന്ദ്രൻ സാർ. നമസ്കാരം. നമസ്കാരം. എവിടെയും ലോകകപ്പ് വിശേഷങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ. അതെ അതെ. ആകെ 4-3-7 ആൾക്കാർ മാത്രമുള്ള സെനഗൽ, വെറുതെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പേര് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ ലോകകപ്പിലേക്ക് അവരുടെ ടീമിനെ അയക്കുന്നു, വലിയ പ്രമുഖ ടീമുകളെ വരെ വിറപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമായ 140 കോടി ജനങ്ങളുള്ള രാജ്യമായ ഇന്ത്യക്ക് ഒരു 12 പേരെ 11 പേരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ്. ഇത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഒരു വസ്തുനിഷ്ഠമായി എങ്ങനെയാണ് ഇതിനെ ഈ ചോദ്യത്തിനെ സമീപിക്കേണ്ടത് സാർ? വാസ്തവത്തിൽ ഈ പരിഹാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുമുണ്ട്. അതത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളെ പരിഹസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുമുണ്ട്. അത് നടക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യ തീരെ ലോകകപ്പിൽ നിന്നല്ല, ലോക ഫുട്ബോളിൽ നിന്നല്ല, പൊതുവെ ഫുട്ബോളിൽ വളരെ മോശമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ക്രിക്കറ്റിലും ഹോക്കിയിലും പിന്നെ 3-4 വിഷയങ്ങളിലും നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട, ഇപ്പോൾ ചെസ്സിൽ ഇന്ത്യ വളരെ മുകളിലാണ്. വേണമെങ്കിൽ ബോക്സിങ്, റെസ്ലിങ് അങ്ങനെയുള്ള ചില ഇതിലും ഇന്ത്യക്ക് അത്യാവശ്യം ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഒളിമ്പിക്സിലൊക്കെ ചില മെഡലുകളും ഒക്കെ എല്ലാ തവണയും കിട്ടാറുണ്ട്. ബോക്സിങ്ങിൽ കിട്ടുന്നുണ്ട്, റെസ്ലിങ്ങിൽ കിട്ടുന്നുണ്ട്, വെയ്റ്റ് ലിഫ്റ്റിങ്ങിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാരണം മല്ലേശ്വരിയെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇല്ല. പൊതുവേ നമ്മൾ സ്പോർട്സിൽ പിറകിലാണ്. അതിൽ തന്നെ ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. അക്കാര്യത്തിൽ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു സൊല്യൂഷൻസ് പറയാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ വിചിത്രമായിട്ടുള്ള, തീർത്തും തെറ്റായിട്ടുള്ള ചില നെറേറ്റീവുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ആ നെറേറ്റീവുകളെയാണ് നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ നല്ല ടീമിനെ അയക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടുത്തെ കായിക ലോകം ഭരിക്കുന്ന അധികൃതരുടെ അഴിമതിയാണ് എന്നൊരു വർത്തമാനം പറയും. അങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് ആളുകൾക്കൊക്കെ സന്തോഷമാണ്. കാരണം ആ അഴിമതിയൊക്കെ ആരാ നടത്തുന്നത്? അത് കായിക ലോകം ഭരിക്കുന്നവർ. അപ്പോൾ നമുക്ക് യാതൊരു പങ്കുമില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കുറച്ച് പേരെ കുറ്റം പറയാനുണ്ടല്ലോ, സന്തോഷം. അതെ, നമ്മൾ വലിയ ആൾക്കാരായി. ഇതാണ് അതിൻ്റെ പിറകിലുള്ളത്. കുറ്റം പറയുന്നത് ആരെയാണ്? അധികൃതരെ, എന്ന് വെച്ചാൽ സർക്കാരിനെ, അവരുടെ നോമിനീസിനെ. ഇവിടെ അഴിമതി ഇല്ല എന്നല്ല പറയുന്നത്, അഴിമതി ധാരാളമുണ്ട്. പക്ഷേ അഴിമതി ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ ഈ ടീം നന്നാകുമായിരുന്നോ എന്നൊരു ചോദ്യമില്ലേ? ഒരു 5% നന്നാവുമായിരിക്കും, അത്രയേ ഉള്ളൂ.